ബിഗ് ബോസ് സീസൺ 6 അവസാന ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ പഴയ മത്സരാർത്ഥികളെ വീണ്ടും അകത്തേക്ക് കൊണ്ടുവരുന്ന പ്രവണതയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ ഒരു പ്രവണതയെക്കുറിച്ച് ഇവിടുത്തെ പൊതുജനങ്ങൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് നമുക്കൊന്ന് ചോദിച്ചറിയാം. എന്താ പേര്? മീനാക്ഷി വൈഷ്ണവ്. ബിഗ് ബോസ് കാണാറുണ്ടോ? കാണാറുണ്ട്. എന്താണ് ഈ ഒരു സീസൺ 6നെ കുറിച്ചുള്ള അഭിപ്രായം? കുഴപ്പമില്ല. ഒരുപാട് പരാതികളൊക്കെ ഉന്നയിച്ചിട്ടുള്ളൊരു സീസണാണ്. ഇപ്പം ഇനിയൊരു 2-3 ദിവസമേ ഉള്ളൂ സീസൺ ഫൈനലിൽ എത്താൻ വേണ്ടിയിട്ട്. അപ്പം ബാക്കി എല്ലാവരും തിരിച്ചു വരുമ്പോഴത്തേക്കും സിബിൻ മാത്രം തിരിച്ചു വരുന്നില്ല. ഒരുപാട് പരാതികളാണ് സംഘാടകർക്കെതിരെ ഉന്നയിച്ചിട്ടുള്ളത്. ഈ ഒരു സാഹചര്യത്തിൽ ഈ ഒരു പരിപാടി പ്രേക്ഷകർക്ക് എന്തുമാത്രം പ്രയോജനപ്പെടുന്നു എന്നുള്ളതിനെ കുറിച്ചൊന്ന് പറയാമോ? എനിക്ക് തോന്നുന്നത് നമ്മുടെ ഈ ബിഗ് ബോസ് സീസൺ 6 ആണെന്ന് തോന്നുന്നു ഇപ്പോൾ ഉള്ളത്. ഇതുവരെയുള്ള ബിഗ് ബോസിൽ ഏറ്റവും കൂടുതൽ സ്ക്രിപ്റ്റഡ് ആണ്, അല്ലെങ്കിൽ ഒരുപാട് ഇപ്പം ഒരു പർട്ടിക്കുലർ കണ്ടസ്റ്റൻറ്റിന് സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നത് ഈ ഒരു സീസണിലാണ്. എനിക്ക് തോന്നുന്നു കുറേ കൂടി നെഗറ്റീവ്സും ഏറെക്കുറെ എടുത്ത് വെച്ച് നോക്കുമ്പോഴത്തേക്കും ഈ സീസണാണ് ഒരുപാട് കിട്ടിയിട്ടുള്ളത്. എനിക്ക് പേഴ്സണലി അതാണ് തോന്നുന്നത്. ഒരു പർട്ടിക്കുലർ കണ്ടസ്റ്റൻസിനെ മാത്രം ടാർഗറ്റ് ചെയ്ത് അവർ മറ്റേ സപ്പോർട്ട് ചെയ്യാൻ ഒരു ഫീൽ ഉണ്ടായിട്ടുണ്ട്. അതേപോലെ തന്നെ നല്ല കണ്ടസ്റ്റൻസിനെ നെഗറ്റീവ് ആക്കി പുറത്താക്കി ഡിസേർവിങ് അല്ലാത്ത ഇപ്പം ഉള്ള 5 പേര് ടോപ്പ് 5 വന്ന 5 പേരും ഡിസേർവിങ് ആണ് എങ്കിൽ കൂടിയും അവരെ എടുത്ത് വെച്ച് കമ്പയർ ചെയ്ത് നോക്കുന്നെങ്കിൽ ടോപ്പ് 5 വരാൻ കുറച്ചുകൂടി ഡിസേർവിങ് ആയിട്ടുള്ള ഒരുപാട് പുറത്ത് പോയിട്ടുണ്ട്. അത് ഒരിക്കലും ആസ് എ എന്താ പറയുക, ഒരു പ്രേക്ഷകനായിട്ട് എനിക്കത് അക്സെപ്റ്റ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കി ഫീൽ ചെയ്തിട്ടുണ്ട്. സ്ക്രിപ്റ്റഡ് ആണെന്ന് തന്നെ തോന്നിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഒരുപാട് ജനങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ട്. അതെ, അതുകൊണ്ടായിരിക്കുമല്ലോ സംഘാടകർക്കെതിരെ പരാതിയുമായിട്ട് സിബിൻ ഇപ്പം രംഗത്ത് വന്നിട്ടുണ്ട്. മുൻപ് ഇതുപോലെയൊക്കെ ഉണ്ടായിട്ടുണ്ടാവാം. ഇപ്പൊ സധൈര്യം അദ്ദേഹം മുന്നോട്ട് വന്നിട്ടുണ്ട്. എന്താണ് അപ്പൊ ശരിക്കും ഇതൊരു പ്രേക്ഷകരുടെ വോട്ട് കൊണ്ട് മുന്നേറുന്ന കണ്ടസ്റ്റുകൾ ഉണ്ടെന്ന് പറയുമ്പോഴത്തേക്കും അത് എത്രമാത്രം ശരിയാണ്? ഡൗട്ട്ഫുൾ ആണ്. അത് വല്ലാത്തൊരു ഡൗട്ട്ഫുൾ ആയിട്ടുള്ളൊരു സംഭവം തന്നെയാണ് നമുക്ക് തോന്നുന്നത്. നന്നായിട്ട് ഗെയിം കളിച്ച കണ്ടസ്റ്റൻസ് പുറത്തോട്ട് പോകുമ്പോഴത്തേക്കും അതൊരു ഡൗട്ടായിട്ട് തോന്നുന്നുണ്ട്. പ്രേക്ഷകനായിട്ട് കേന്ദ്രീകരിച്ച് സമ്മാനം കൊടുക്കുന്ന ഒരു പ്ലാനിങ് പോലെ തോന്നുന്നുണ്ട്. എന്താണ് തോന്നിയിട്ടുള്ളത്? തോന്നിയിട്ടുണ്ട്. അപ്പൊ ശരിക്കും ഇങ്ങനെയുള്ള ഒരു പ്രോഗ്രാം നമുക്ക് ആവശ്യമുണ്ടോ? എനിക്ക് പേഴ്സണലി പറയുകയാണെങ്കിൽ ഇല്ല. ഇങ്ങനൊരു ഇപ്പോൾ TV ഷോ എന്ന് പറയുന്നത് പ്രേക്ഷകർക്ക് കൂടുതൽ പോസിറ്റീവ് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനാണെങ്കിൽ ഇറ്റ്സ് ഫൈൻ, അത് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ബട്ട് അതേപോലെ തന്നെ നെഗറ്റീവ് കാര്യങ്ങൾ വരുമ്പോഴത്തേക്കും അത് മാറ്റി നിർത്താനും അല്ലെങ്കിൽ തന്നെ എനിക്ക് തോന്നുന്നു കൂടുതലും ഈ സീസൺ നെഗറ്റീവാണ് കൂടുതലും. കണ്ടുകൊണ്ടിരുന്നവർ വരെ കാണാത്ത ഒരു അവസ്ഥയാക്കിയത് ഈ സീസണാണ്. അത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. മേ ബി കണ്ടസ്റ്റൻസിൻ്റെ പ്രശ്നമാവും, അല്ലെങ്കിൽ അവരുടെ ബിഗ് ബോസിൻ്റെ പ്രശ്നം ഐ ഡോണ്ട് നോ. ബട്ട് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ള കാര്യമാണ് കുറച്ചുകൂടി ഒരു കണ്ടസ്റ്റന്റ് തന്നെ അവരുടെ ആ ഒരു സംഘാടകർക്കെതിരെ പരാതി ഉന്നയിക്കാതിരിക്കാം. അത് ആളുടെ പേഴ്സണൽ കാര്യമാണ്, നമുക്ക് കൂടുതൽ അറിയില്ല ശരിയാണോ തെറ്റാണോ, ബിഗ് ബോസിന്റെ സൈഡിലാണോ ശരി, അതൊന്നും അറിയത്തില്ല. എന്നാൽ കൂടിയും എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ള ഡിസേർവിങ് ആൾക്കാർക്ക് കിട്ടണം. അതെനിക്ക് ഫെയർ ആയിട്ട് തോന്നിയിട്ടില്ല ഈ ബിഗ് ബോസ് കണ്ട് എന്നുള്ള ഒരു പ്രേക്ഷക എന്ന് വെച്ചിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അല്ലെങ്കിൽ ഇത്തരം ഒരു പരിപാടി മുന്നോട്ട് കൊണ്ടുപോകരുത് എന്നുള്ളൊരു അഭിപ്രായമുണ്ട്. യെസ്, ഓഫ് കോഴ്സ് ആണ്. ജെന്യൂൻ ആയിട്ട് പോകണമെങ്കിൽ അങ്ങനെ പോവാം. അല്ലാതെ സ്ക്രിപ്റ്റഡ് അല്ലെങ്കിൽ ഒരു കണ്ടസ്റ്റന്റിനെ സപ്പോർട്ട് ചെയ്യുക, നെഗറ്റീവ് ഇത് കൊടുക്കുക, അതൊന്നും അല്ലാതെ ട്രൂ ആയിട്ട് എന്താണ് അവിടെ നടക്കുന്നത് അത് മാത്രം കാണിച്ച് അങ്ങനെയാണെങ്കിൽ ഫൈൻ. അല്ലാതെ നെഗറ്റീവായിട്ട് ഇങ്ങനെ ചെയ്യരുത്. സീസൺ 5 വരെയുള്ള അതിൽ വിജയികളെ കണ്ടെത്തിയത് സിൻസിയർ ആയിട്ടാണെന്ന് തോന്നിയിട്ടുണ്ടോ? ഇപ്പോൾ ഡൗട്ട് തോന്നുന്നു. ഈ ഒരു സീസൺ വെച്ചിട്ട് ഡൗട്ട് തോന്നുന്നു. ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ ഉന്നയിക്കുന്നത് കൊണ്ടാണ് ആ ഒരു സംശയം വരുന്നത്. അതുമല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡിസേർവിങ് ആയിട്ടുള്ളവരെ പുറത്താക്കിക്കൊണ്ടുള്ള കുറച്ച് എവിക്ഷൻസ് ഒക്കെ നടന്നിട്ടുണ്ടായിരുന്നു. അതിനോട് ഒട്ടും യോജിപ്പില്ല. അവർ ഡിസേർവിങ് ആണ്. യെസ്, ഓഫ് കോഴ്സ് ഡിസേർവിങ് ആയിട്ടുള്ളവർ അകത്ത് നിൽക്കാതെ പുറത്തോട്ട് പോയിട്ട് ബാക്കിയുള്ളവരെ അകത്തോട്ട് വയ്ക്കുമ്പോഴത്തേക്കും ഇറ്റ്സ് ഡൗട്ട്ഫുൾ, ഡൗട്ടായിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ കുറച്ചുകൂടി നമുക്ക് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് വിന്നറെ പ്രഖ്യാപിച്ചു കഴിയുമ്പോൾ അതിലും ഒരു ഒളിച്ചുകളി ഉണ്ടോ ഇല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് വിന്നർ ആരാന്ന് അറിഞ്ഞാലേ അത് പൂർണ്ണമായിട്ടും പറയാൻ പറ്റുള്ളൂ. പേര്? നിതിൻ. ബിഗ് ബോസ് കാണാറുണ്ടോ? കാണാറുണ്ട്. എന്താണ് ഈ ഒരു സീസണെ കുറിച്ചുള്ള അഭിപ്രായം? ഇപ്പോൾ ഉടനെ തന്നെ വിജയെ പ്രഖ്യാപിക്കും, ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. വളരെ നന്നായിട്ട് മുന്നോട്ട് പോകുന്നൊരു പരിപാടിയാണ്. പക്ഷേ ഇടയ്ക്ക് കുറച്ച് ഇൻസിഡൻ്റൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഒരു കുറച്ച് ഫേക്കായിട്ടുള്ള, അതായത് ഈ ഡിസേർവിങ് ആയിട്ടുള്ള ആൾക്കാർക്കല്ലാണ്ട്
ബാക്കി കുറച്ച് ആൾക്കാർക്ക് മാത്രമേ ഫേവർ ചെയ്ത് കൊടുക്കുന്നതായിട്ട് തോന്നുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ സിബിൻ അതിനകത്ത് നല്ലൊരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു. അപ്പോൾ പുള്ളി കുറച്ചൊക്കെ പുള്ളി ചെറിയ പോരായ്മകളുണ്ടെങ്കിലും പുള്ളി അത് അദ്ദേഹത്തിൻ്റെ തീരുമാനമായിട്ട് പുറത്ത് പോയതെന്നാണ് പറഞ്ഞത്. എന്നാലും ബിഗ് ബോസിലും കൂടെ ഒരു പങ്കുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹം ഒരുപാട് സംഘാടകർക്കെതിരെ ഒരുപാട് പരാതികൾ ഇപ്പോൾ ഉന്നയിച്ച് മുന്നോട്ട് വന്നിട്ടുണ്ട്. മനഃപൂർവ്വം അദ്ദേഹത്തെ അവിടെ നിന്ന് പുറത്താക്കിയതാണെന്നും പല കാരണങ്ങളും തെളിവ് സഹിതമാണ് ആ സംഘാടകർക്കെതിരെ ഉന്നയിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ അതൊരു സത്യസന്ധമായിട്ടുള്ളൊരു പരിപാടിയായിട്ട് തോന്നിയിട്ടുണ്ടോ? ബിഗ് ബോസ് ഒരു ഇതിപ്പോൾ സത്യസന്ധമായിട്ടുള്ള പരിപാടിയാണെന്ന് ചോദിച്ചാൽ പ്രേക്ഷകരുടെ വോട്ടിന് ഈ ഒരു സീസണിൽ പ്രേക്ഷകരുടെ വോട്ടിന് എനിക്ക് ചില സമയങ്ങളിൽ ഈ വോട്ടിങ്ങിൻ്റെ അതായത് ഒരു അൻസിബയുടെ ഇതൊക്കെ ഇൻസിഡൻ്റ് ഒക്കെ ഉണ്ടായ സമയത്ത് എനിക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം അൻസിബയ്ക്കൊക്കെ അന്നൊക്കെ നല്ല വോട്ടുണ്ടായിരുന്ന ഒരു ടൈമായിരുന്നു. പക്ഷെ അന്ന് ഔട്ടായത് അൻസിബയായിരുന്നു. അപ്പം അൻസിബയെക്കാളും കുറഞ്ഞ വോട്ട് നേടിയ വ്യക്തിയാണ് ഋഷി. അദ്ദേഹത്തെ അതിനേക്കാളും കുറഞ്ഞ വോട്ടുള്ള ആൾക്കാർ ഉണ്ടായിരുന്നു. എന്നിട്ടും അവരെയൊക്കെ സേവ് ആക്കിയതുപോലെ തോന്നുന്നുണ്ട്. പിന്നെ അറിയില്ല, ഇതൊരു ഷോയാണ്. പക്ഷെ ഭംഗിയായിട്ട് നന്നായിട്ട് പോകുന്നുണ്ട്. കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു ഡ്രാമ സ്ക്രിപ്റ്റഡ് പോലെയൊക്കെ തോന്നിയിട്ടുണ്ട്. ചില സമയങ്ങളിൽ അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ അതിലിപ്പം കപ്പ് കിട്ടാൻ ഏറ്റവും ഒരു അർഹതയായിട്ടുള്ള വ്യക്തിയായിട്ട് എനിക്ക് തോന്നുന്നത് ജിൻഡോയാണ്. അദ്ദേഹത്തിന് കിട്ടണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പിന്നെ സിബിൻ നല്ലൊരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു. പക്ഷേ എന്തോ അദ്ദേഹത്തിൻ്റെയും കുറച്ച് മിസ്റ്റേക്കുകളുണ്ട് അതിനകത്ത്. പക്ഷേ അദ്ദേഹം പെട്ടെന്ന് അങ്ങനെ പുറത്ത് പോകുമെന്ന് വിചാരിച്ചില്ല. നല്ലൊരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു. ഫൈനൽ വരെ അതായത് ടോപ്പ് 5 എത്താണ്ട് തന്നെ ഒരാളായിരുന്നു അദ്ദേഹം. പിന്നെ അദ്ദേഹത്തിൻ്റെയും കുറച്ച് മിസ്റ്റേക്കും പിന്നെ എന്താ പറയുക, ഇതേപോലെ കുറച്ച് ബിഗ് ബോസിൻ്റെയും കൂടെ എന്തൊക്കെയോ കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്. നമുക്കിപ്പം പുറമേ നിന്ന് കാണുമ്പോൾ നമുക്ക് എല്ലാം എന്താണ് കറക്റ്റ് കാര്യമെന്ന് അറിയില്ല. അതിലെ മത്സരാർത്ഥികൾ പലരും ഇപ്പോൾ ഒരുപാട് പരാതികൾ ഉന്നയിച്ച് മുന്നോട്ട് വരുന്നുണ്ട്. കഴിഞ്ഞ സീസണിലെ വിജയ് അഖിൽ മാരാർ ആയാലും ഇപ്പോഴേ തന്നെ പുറത്തു പോയ സിബിൻ ആയാലും. അപ്പോൾ പ്രേക്ഷകർക്ക് ഒരു അരോചകം എന്നുള്ള രീതിയിലാണല്ലോ ഈ ഒരു സീസൺ പോകുന്നത്. ശരിക്കും ഇങ്ങനൊരു പ്രോഗ്രാമിൻ്റെ ആവശ്യമുണ്ടോ? അല്ല, ഇത് കുറച്ച് എൻ്റർടൈൻ ആണ് ആൾക്കാർക്ക്. പ്രോഗ്രാമൊക്കെ നല്ലതാണ്. എനിക്കത് പ്രോഗ്രാം ഭയങ്കര മോശമാണെന്ന് അഭിപ്രായമില്ല. നല്ല പ്രോഗ്രാമാണ്. അഖിൽ മാരാർ പറഞ്ഞതിനോടും ഒരുപാട് യോജിക്കുന്നു. അപ്പോൾ അവർക്ക് അതിനകത്ത് നിന്ന് എക്സ്പീരിയൻസ് ഒക്കെ ഉള്ളത് കൊണ്ട് അവർ പറയുമ്പോൾ നമുക്കിത് കൂടുതലായിട്ട് അറിയില്ല. നമ്മളിതിപ്പം TV വരുന്നു, കാണുന്നു, അത്രയേ ഉള്ളൂ. പക്ഷേ അഖിൽ മാരാർ പറഞ്ഞത് ഒരുപാട് വെച്ച് നോക്കുമ്പോൾ ഒരുപാട് പേര് അതിനെ സപ്പോർട്ട് ചെയ്ത് വന്നിട്ടുണ്ട്, അതിനകത്ത് പങ്കെടുത്ത ആൾക്കാരുമൊക്കെ. അപ്പം ആണെന്ന് കുറേയൊക്കെ തോന്നുന്നുണ്ട്. ഇവരിപ്പോൾ വാർത്താ മാധ്യമങ്ങളിലൂടെ നമുക്കിതൊക്കെ അറിയാൻ പറ്റുള്ളൂ. അപ്പം പൂർണ്ണമായിട്ടും ശരിയാണെന്ന് അറിയില്ല. എന്നാലും കാര്യം കേൾക്കുമ്പോൾ ഒരുപാട് ഇപ്പോൾ ഒരു പ്രത്യേക വ്യക്തിയെ കേന്ദ്രീകരിച്ചാണ് ഈ പരിപാടി പോയത് എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് വിജയ് ആരാണെന്ന് അറിയേണ്ടിയിരിക്കുന്നു അല്ലേ? ഈ ഒരു സീസണിലെ വിജയ് ആ ഒരു വ്യക്തിയെ കേന്ദ്രീകരിച്ചാണോ പരിപാടി പോയത് എന്നുള്ളത് നമുക്ക് എന്തായാലും ആ ഒരു അവസാന നിമിഷമേ അറിയാൻ പറ്റുള്ളൂ. പ്രേക്ഷകരുടെ ഈ വിമർശനങ്ങളൊക്കെ ശരിയാണോ തെറ്റാണോ എന്നൊക്കെ പറയാനും. അതെ, സത്യം. അതപ്പോൾ നമുക്ക് ഈ ഫൈനലിൽ കപ്പ് ആരടിക്കും എന്നുള്ള അനുസരിച്ചിരിക്കും. ഇതിപ്പോൾ എന്താ പറയുക, ഒരു പരിപാടിയുടെ ഒരു പോക്ക് എങ്ങനെയാണെന്നല്ലേ? അതെ, ഈ പരിപാടി മുന്നോട്ട് പോകുന്നത് എങ്ങനെയാണ്. ഏറ്റവും ഡിസർവിംഗ് ആയിട്ടുള്ള ആളെന്ന് എനിക്ക് തോന്നുന്നു ഇപ്പം ജിൻഡോയാണ്. പിന്നെ അതിൽ അഭിഷേക് നല്ലൊരു കണ്ടസ്റ്റൻ്റ് ആണ്. അർജുനൊക്കെ ശരിക്കും നല്ല ഒരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു. അർജുൻ സത്യം പറഞ്ഞാൽ ആദ്യം ഒന്നും ആക്റ്റീവൊന്നും ആയിരുന്നില്ല. ഈ എനിക്ക് തോന്നുന്നു ശ്രീതു അങ്ങനെ അവരെ ഒരു കോംബോ. പക്ഷേ കോംബോ നല്ലതാണ്. എന്നാലും അതിനേക്കാളും നല്ല ആൾക്കാർ അതിനകത്ത് ഉണ്ടായിരുന്നു. പക്ഷേ അർജുനൊക്കെ സത്യം പറഞ്ഞാൽ ഇപ്പോൾ അതായത് ലാസ്റ്റ് വന്നപ്പോഴത്തേക്ക് ഒത്തിരി നന്നായിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. എന്നാലും ആദ്യമൊന്നും ഇത്ര അവരൊരു ഭയങ്കര വലിയ കോൺട്രിബ്യൂഷൻ അതിൽ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് എൻ്റെ പേഴ്സണൽ ഒരു അഭിപ്രായം എന്ന് വെച്ചാൽ ജിൻഡോയാണ്. പിന്നെ അവരെ എങ്ങനെയെന്ന് അറിയില്ല നമുക്ക് പ്രോഗ്രാം. പക്ഷേ എന്തായാലും നന്നായിട്ട് പ്രോഗ്രാം പോകുന്നുണ്ട്. ഇനി മുന്നോട്ടുള്ള കാര്യങ്ങൾ എന്താകുമെന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാറുണ്ട്. എൻ്റെ പേര് നിവേദ്യ. ബിഗ് ബോസ് കാണാറുണ്ടോ? കാണാറുണ്ട്. എന്താണ് ഈ ഒരു സീസൺ 6നെ കുറിച്ചുള്ള അഭിപ്രായം? എല്ലാ സീസൺ പോലെയും കുഴപ്പമില്ലാത്തൊരു സീസൺ തന്നെയാണ്. കൊള്ളാം. ഒരുപാട് വിമർശനങ്ങളൊക്കെ തുടക്കത്തിലേ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു പ്രേക്ഷക എന്നുള്ളൊരു നിലയിൽ അങ്ങനെ തോന്നിയിട്ടുണ്ടോ? വിമർശിക്കപ്പെടേണ്ട ഒരു സീസണായിട്ട് തോന്നിയിട്ടുണ്ടോ? ആദ്യമൊക്കെ ചിലപ്പോൾ ചില ഇതൊക്കെ ബോറായിട്ട് തോന്നിയിട്ടുണ്ട്. സ്ക്രിപ്റ്റഡ് ആയിട്ട് ചെറുതായിട്ട് ഫീൽ ചെയ്യാറും ഉണ്ടായിരുന്നു. പിന്നെ ഓരോ ഇതാകുമ്പോൾ നമുക്ക് കാണുമ്പോൾ ഒരു രസം തോന്നുമല്ലോ. പിന്നെ ഒരു വ്യക്തിയെ മാത്രം അതിൻ്റെ അകത്ത് കേന്ദ്രീകരിച്ചുകൊണ്ട് എപ്പിസോഡുകൾ പോകുന്നതായിട്ട് തോന്നാറുണ്ട്.
എന്നാൽ ഈ ഒരു സീസണിൽ കപ്പടിക്കാൻ പറ്റിയ ഒരു മത്സരാർത്ഥി എന്ന് തോന്നുന്നത് ആരെയാണ്? അർജുൻ നല്ല പ്ലെയർ ആണ്, പക്ഷേ എനിക്ക് പേഴ്സണലി ഇഷ്ടം ജിൻഡോയിനെയാണ്. ജിൻഡോ ആണ് കപ്പടിക്കാൻ പറ്റിയ ഒരു മത്സരാർത്ഥി. ഇപ്പോൾ കൂടുതൽ വോട്ടും കൂടുതലായിട്ട് കിട്ടുന്ന ജിൻഡോയ്ക്കാണ്. ഞാനും ജിൻഡോയ്ക്കാണ് വോട്ട് ചെയ്യുക. അപ്പോൾ വോട്ടിന്റെ അടിസ്ഥാനത്തിലാണ് മത്സരാർത്ഥികളെ ആ ഒരു ഹൗസിനുള്ളിൽ നിർത്തുന്നതെന്ന് തോന്നാറുണ്ട്. കാരണം അവിടെ നന്നായിട്ട് പ്ലേ ചെയ്യുന്ന ഒരുപാട് പേരും നേരത്തെ തന്നെ എവിക്റ്റായി പോകുന്നത് നമ്മൾ കാണാറുണ്ട്. അപ്പോൾ പ്രേക്ഷകരുടെ ഒരു വോട്ടിംഗ് അവിടെ നിലനിൽക്കുന്നില്ലല്ലോ. എന്നാൽ പുറത്തു പോകാൻ സാധ്യതയുള്ള ചില മത്സരാർത്ഥികൾ ഇപ്പോഴും ഹൗസിനുള്ളിൽ നിൽക്കുന്നു എന്ന് ഒരു വിമർശനമുണ്ട്. അതിനോട് യോജിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ തോന്നിയത്? കാരണം നന്നായിട്ട് കളിക്കുന്നവർ പോകുമ്പോൾ നമുക്ക് വിഷമം വരും. അവർ നന്നായിട്ട് അവർ തന്നെ അത് പറയാറുണ്ട്. അവർ നന്നായിട്ടാണ് നിന്നത്, പിന്നെ എന്തുകൊണ്ടാണ് പ്രേക്ഷകർ ഇങ്ങനെ അവരെ പുറത്തേക്ക് ആക്കിയതെന്ന് അവർ ചോദിക്കാറുണ്ട്. ഇപ്പോൾ എന്നാൽ നന്നായിട്ട് കളിക്കാത്ത പലരും അവിടെ കുറച്ച് പേരെങ്കിലും സ്പേസ് കൊണ്ട് അവിടെ നിൽക്കുന്നതായിട്ടും ഫീൽ ചെയ്യാറുണ്ട്. ഈ സീസണിൽ പുറത്തായ ഒരു വ്യക്തിയാണ് സിബിൻ. അദ്ദേഹം ഈ ഒരു പരിപാടിയുടെ സംഘാടകരെ വിമർശിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വിമർശനം എന്തുകൊണ്ടാണ് ഇത്രയധികം വിമർശനം ഈ ഒരു സീസണിൽ വരാനെന്ന് തോന്നുന്നത്? പറഞ്ഞതല്ലേ അല്ലേ വിചാരിച്ചു, ഇത്രയും പറഞ്ഞപ്പോൾ ഞാൻ കരുതി അതും കൂടെ സിബിനാണല്ലേ മെയിൻ. അല്ല, സിബിനല്ലേ ഈ ഒരു പരിപാടി. അടുത്ത ചോദ്യം ചോദിക്കാം. ശരിക്കും ഇത്തരത്തിലുള്ള ഒരു പരിപാടി ആവശ്യമാണോ, ബിഗ് ബോസ് എന്നുള്ളൊരു പരിപാടി? എൻ്റർടൈൻമെൻറ്റ് ചെയ്യിപ്പിക്കാൻ നല്ലൊരു പരിപാടിയാണ്, കുഴപ്പമില്ല. അതിലെ മത്സരാർത്ഥികൾ തന്നെ പുറത്തിറങ്ങുമ്പോഴും മുൻപേ സീസണിൽ മത്സരിച്ച വിജയികൾ തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ ഒരു മത്സരം വളരെ മോശമാണ്, പ്രേക്ഷകരെ പറ്റിച്ചുകൊണ്ടുള്ള ഒരു മത്സരമാണ്, ആ ഒരു രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്, ലൈവ് എന്ന് കാണിക്കുന്നതും അത് സ്ക്രിപ്റ്റഡ് ആണ് എന്നൊക്കെ പറയും. ആ ഒരു സാഹചര്യത്തിൽ എന്താണ് പറയാനുള്ളത് ഒരു പ്രേക്ഷക എന്ന നിലയിൽ? ചില ടൈം സ്ക്രിപ്റ്റഡായിട്ട് തോന്നും, പക്ഷേ കുഴപ്പമില്ല. ചിലവർക്കത് പലരും പല രീതിയിലാണല്ലോ, ഒരു എപ്പിസോഡായാലും നമ്മൾ എടുക്കുന്നത് പല രീതിയിലാണ്. ഇപ്പോൾ ചില ടൈമിന് നമുക്ക് സ്ക്രിപ്റ്റഡായിട്ട് തോന്നും. ഈ ഓരോരുത്തർ ഇപ്പോൾ എലിമിനേഷൻ ഒക്കെ റൗണ്ട് ആയാലും ചില ഗെയിമൊക്കെ ആയാലും അങ്ങനെ തോന്നാറുണ്ട്. ഇനിയിപ്പോൾ വിജയ് പ്രഖ്യാപിക്കുമ്പോൾ അറിയാം നമുക്ക് ഈ ബിഗ് ബോസ് സ്ക്രിപ്റ്റഡ് ആണോ അല്ലയോ എന്നുള്ളത്. അതിനുവേണ്ടി കാത്തിരിക്കുകയാണ്. എന്താ പേര്? മഹിമ. വൃന്ദ. ബിഗ് ബോസ് കാണാറുണ്ടോ? റെഗുലറായിട്ട് കാണാറില്ല, പക്ഷേ ഈ സീസണ് കാണാറുണ്ട്. മറ്റുള്ള സീസണിനെ അപേക്ഷിച്ച് ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ ഉണ്ടായ സീസണാണ് ഈ ഒരു സീസൺ 6 എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ഈ ഒരു സീസൺ കാണുന്ന പ്രേക്ഷക എന്നുള്ളൊരു രീതിയിൽ എന്താണ് ഈ ഒരു സീസണെ കുറിച്ച് പറയാനുള്ളത്? ബാക്കിയുള്ള ഞാൻ സീസണിൽ വന്നതുപോലെ അറിഞ്ഞില്ല, പക്ഷേ ഈ സീസൺ എന്ന് പറയുമ്പോൾ ഇൻസ്റ്റാഗ്രാമിലാണല്ലോ എല്ലാവരും ഫാമിലി ആണെങ്കിലും ഭയങ്കര ചർച്ച ചെയ്യുന്നുണ്ട് ഓരോരുത്തരെ കുറിച്ച്, പ്രത്യേകിച്ച് ജാസ്മിൻ ഗബ്രീനെ കുറിച്ചിട്ട്. അപ്പോൾ നമുക്കതൊരു ആകാംക്ഷയായി. നാളെ നമുക്ക് അവരുടെ അടുത്ത് അങ്ങനെ എന്താണ് അവിടെ നടക്കണം നമുക്ക് കൂടി കാണാനുള്ള ആഗ്രഹം കൊണ്ട് ഞാൻ അത് കാണാൻ തുടങ്ങിയത്. ആ ഒരു വിമർശനം കൊണ്ടാണല്ലേ? ശരിയാണ്. കാരണം വെച്ചാൽ ഈ ഇതുവരെയായിട്ടും ബിഗ് ബോസ് എന്ന് പറയുന്നത് ബാക്കിയുള്ള സീസൺസ് ഒന്നും ഇത്രയും എല്ലാവരും പറഞ്ഞു നടക്കുമോ അല്ലെങ്കിൽ ഒന്നുമില്ല, അത് വന്നു പോയി, അത് മാത്രം. പക്ഷെ ഇതെന്ന് പറയുമ്പോൾ എല്ലാവരും റെഗുലർലി എല്ലാവരും കാണുകയും ചെയ്യുന്നുണ്ട്, അതുപോലെ പറയുകയും ചെയ്യുന്നുണ്ട്. നമുക്കും ആകാംക്ഷയായി. കുറച്ച് സപ്പോർട്ട് രീതിയിൽ പിന്തുണ നേടാനുള്ള ഒരു തന്ത്രമാണെന്ന് തോന്നിയിട്ടുണ്ടോ? ചിലതൊക്കെ അതിനകത്ത് കാണുമ്പോൾ തോന്നും ഇതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലരോട് ന്യായം കാണിക്കും, ചിലരോട് അന്യായം കാണിക്കും. ആ രീതിയിലാണ് ഇവർ കാണിക്കുന്നത്. ആ രീതിയിൽ തോന്നിയിട്ടുണ്ടോ? നല്ല മത്സരാർത്ഥികളെ എല്ലാം പുറത്താക്കിയിട്ട് അധികം മത്സരിക്കാത്ത കുറച്ച് വ്യക്തികൾ ആ ഒരു ഹൗസിനുള്ളിൽ നിൽക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അറിയത്തില്ല. എല്ലാവരും നന്നായി കളിക്കും. പിന്നെ കളിക്കാത്ത ആൾക്കാരെ കുറെ എന്ന് വെച്ചാൽ കളിക്കാത്തവരെ നിർത്തിയിട്ട് കളിക്കുന്നവരെ ആദ്യം പറഞ്ഞു വിട്ടവര്. മറ്റേ നടിയില്ലേ, മറ്റേ ദൃശ്യത്തിലൊക്കെ അഭിനയിച്ച അൻസിബ, അവരൊക്കെ എന്ന് പറയുമ്പോൾ വലിയായിട്ട് എന്ന് വെച്ചാൽ അവരുടെ നോർമൽ സ്വഭാവമാണ് അതിനകത്ത് കാണിക്കുന്നത്. പക്ഷെ നമ്മൾ അതിനകത്ത് വരുമ്പോൾ നമുക്ക് ഗെയിം എല്ലാം ജയിച്ച് എന്ന് വെച്ചാൽ നമ്മുടെ നന്നായി കളിക്കണമായിട്ട് നിൽക്കുന്ന ആൾക്കാരെ പുറത്തോട്ട് വിട്ടിട്ട് അല്ലാത്ത ഇതില് അത്രേ ഉള്ളൂ. അപ്പൊ അവിടെ ഒരു പ്രേക്ഷകരുടെ ഒരു പിന്തുണ ലഭിച്ചിട്ടും പുറത്തു പോയിട്ടുള്ള വ്യക്തികളാണ് അധികവും. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ ഇത് പ്രേക്ഷകരെ വിഡ്ഢികളാക്കുന്ന രീതിയിലുള്ള ഒരു സീസണായിട്ട് തോന്നിയിട്ടില്ലേ, ഒരു പരിപാടിയായിട്ട് തോന്നിയിട്ടുണ്ടോ? ഞാൻ ആദ്യമായിട്ടാണ് ഇത് കാണുന്നത്, അതുകൊണ്ട് എനിക്കത് നിങ്ങളിപ്പോൾ പറഞ്ഞാലും എനിക്ക് അറിയത്തില്ല വിഡ്ഢിയാക്കുന്നുണ്ടോ ഇല്ലയോ എന്ന്. പക്ഷേ ഇവർ കാണിക്കുന്ന ചിലതൊക്കെ മിസ്റ്റേക്ക് ഉണ്ട്. എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ നന്നായി കളിക്കുന്നവരെ ആദ്യം പറഞ്ഞു വിട്ടിട്ട് അല്ലാത്തവരെന്ന് വെച്ചാൽ എനിക്കൊന്ന് വോട്ടിന്റെ വല്ലതായിരിക്കും, വോട്ടിന്റെ ഇതിലായിരിക്കും ആൾക്കാരെ അകത്ത് നിർത്തുന്നത്. കളിക്കാത്തവരാണെങ്കിലും ജനങ്ങൾ വോട്ടിടുന്ന രീതിയിലായിരിക്കും അവരകത്ത് നിർത്തുന്നത്. ശരിക്കും അവരാണ് ആദ്യം പോകേണ്ടത്. വിമർശനങ്ങൾ വരുന്നുണ്ട്, കാരണം പ്രേക്ഷകരുടെ വോട്ട് കുറവ് ലഭിച്ചിട്ടും അതിൻ്റെ അകത്ത് പുറത്തു പോകാൻ സാധ്യതയുള്ളവരെ വീണ്ടും പിടിച്ച് അതിൻ്റെ അകത്ത് നിർത്തുന്നു, ഒരു പ്രത്യേക വ്യക്തിക്ക് വേണ്ടിയിട്ട് ഈ ഒരു സീസൺ കൊണ്ടുപോകുന്നു എന്നുള്ള വിമർശനങ്ങളൊക്കെ ഉണ്ട്. അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്?
അതിനെക്കുറിച്ച് അങ്ങനെയൊന്നും ഇല്ല. അതൊക്കെ ഓരോ കളി, അവരുടെ ഒരു ഇതാണല്ലോ, മാർക്കറ്റിംഗ് ആണല്ലോ, ഓരോ ഇഷ്ടം പോലെ കാണിക്കും. അല്ല, ഈ ഇത്രയും സീസൺ 5 വരെ നിലനിന്നതിൽ സീസൺ 6 ആയപ്പോഴത്തേക്കും അതിൽ നിന്നും ഇറങ്ങിയ മത്സരാർത്ഥി തന്നെ ഈ ഒരു പരിപാടിയെക്കുറിച്ച് സംഘാടകരെ കുറിച്ചും ഒരുപാട് വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. പറഞ്ഞിട്ടുണ്ട്. അതിന് കേസ് വരെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ എന്താണ് ഇങ്ങനെ ഒരു പരിപാടിയുടെ ആവശ്യമുണ്ടോ? എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? ഇത്ര നാളായിട്ട് ഇപ്പോഴാണ് എനിക്ക് തോന്നുന്നത് സിബിനാണ് പറഞ്ഞത് നിയമപരമായി മുന്നോട്ട് പോകാനുണ്ട്, സംഘാടകർക്കെതിരെ നിയമപരമായി മുന്നോട്ട് പോകാൻ. ഇപ്പൊ ഇത് ആ ചേട്ടൻ അത് പറയുമ്പോഴാണ് നമുക്ക് അറിയുന്നത് ഇതിന്റെ പുറകിൽ ഇങ്ങനെയുണ്ട്, ഇങ്ങനെയാണ് ഇത്. ശരിക്കും അവർ തീരുമാനിക്കുന്ന പോലെയാണ്, നമ്മൾ തീരുമാനിക്കുന്ന പോലെയല്ല ആൾക്കാരെ ജയിപ്പിക്കുന്നത്. അവർക്ക് ഇഷ്ടമുള്ള പോലെയാണ് ആൾക്കാർ ജയിപ്പിക്കുന്നത്. നമുക്ക് അത് കണ്ടപ്പോഴാണ് മനസ്സിലായത്. അപ്പൊ ശരിക്കും അത് പുറത്ത് വരുന്നത് വരെ പ്രേക്ഷകരെ ഒരു വിഡ്ഢിയാക്കുന്ന രീതി തന്നെയാണ്. അപ്പൊ ഇനി ആ ഒരു വിജയിയെ പ്രഖ്യാപിക്കുന്നത് വരെ നമുക്ക് കാത്തിരിക്കാൻ പറ്റും. ഈ ഒരു പരിപാടി ഒരാളെ കേന്ദ്രീകരിച്ചിട്ടാണോ അല്ലയോ എന്നുള്ളത് അത് ഇപ്പൊ നമുക്ക് കണ്ടാലേ മനസ്സിലാവുന്നില്ല. ഈ ജിൻഡോ അല്ലെങ്കിൽ ജാസ്മിൻ ഇവരിൽ രണ്ടിലും ആരെങ്കിലും ആയിരിക്കും. നോർമലി അത് തന്നെയാണ് ഫസ്റ്റ് കാണാൻ തുടങ്ങി അപ്പൊ തൊട്ട് പ്ലാൻ ചെയ്തേക്കുന്ന ആ കാര്യമാണ്. അതിന്റെ അപ്പുറമായിട്ട് ഇനി ഒന്നും നടക്കാൻ പോകുന്നില്ല. അങ്ങനെയാണല്ലേ അത് കണ്ടിട്ട് മനസ്സിലാക്കി. കാരണം അവർ രണ്ടുപേരും ഉണ്ട് അതിനകത്ത്, സ്റ്റിൽ അതിനകത്തുണ്ട്. ബാക്കിയുള്ളവർക്കാണ്. ജാസ്മിൻ ഇപ്പൊ എന്ത് ചെയ്താലും വിടത്തില്ല. നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും അവിടെ തന്നെ ഉണ്ടാവും. എന്നുവെച്ചാൽ ബിഗ് ബോസ് വിടാനോ അല്ലെങ്കിൽ എന്തെങ്കിലും എലിമിനേഷനോ ഒന്നും നിൽക്കത്തില്ല. ആളവിടെ ഉണ്ട്. പിന്നെ നമുക്ക് ഇനി പ്ലാൻ ചെയ്തിട്ട് കാര്യമില്ല. അവരുടെ ഇഷ്ടത്തിന് അവർ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് അവർ കളിക്കുന്നത്. അല്ലാതെ ഇത് പ്രേക്ഷകർക്ക് നമ്മൾ വോട്ട് വിട്ടോ ഒരു കാര്യമില്ല. ഇല്ല, അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത് അല്ലേ ഈ ഒരു ബിഗ് ബോസ് കണ്ടതിൽ വെച്ച്? എന്താ പേര്? അനന്യ. ബിഗ് ബോസ് കാണാറുണ്ടോ? കാണാറുണ്ട്. മുൻപത്തെ സീസണുകൾ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. എന്താണ് ആ സീസണും ഈ സീസണും തമ്മിലുള്ള വ്യത്യാസം എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? അത് ഈ കഴിഞ്ഞ സീസണിനെ പോലത്തെ ഒരു ഊർജ്ജമൊന്നും ഇപ്പോഴത്തെ സീസണിൽ ഇല്ല. തുടക്കത്തിൽ ഒരുപാട് വിമർശനങ്ങൾക്ക് വിധേയമാക്കിയിട്ടുള്ള ഒരു സീസണാണ് സീസൺ 6. അങ്ങനെ തോന്നിയിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് ഈ ഒരു സീസൺ ഇത്രയധികം വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയത്? അത് അറിഞ്ഞൂടാ അതിനെ പറ്റി. പൊതുവെ ഒരു പ്രേക്ഷക എന്നുള്ള നിലയിൽ അതിനെ കുറിച്ചൊരു അറിവില്ല എന്നാണോ? ഇല്ല, അതിനകത്തിന് സൈലന്റ് ആയിട്ട് കളിക്കുന്ന പ്ലേയേഴ്സ് ഉണ്ട്. ഈ അർജുൻ മിക്കവാറും കപ്പടിക്കുന്നു തോന്നുന്നു. ഇപ്പം നല്ല രീതിയിൽ ആ ഒരു ഹൗസിൽ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് വ്യക്തികളെ പുറത്താക്കിയിട്ടുണ്ട്. അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഒരാളെ മാത്രം കേന്ദ്രീകരിച്ച് ആ ഒരു ഗെയിം മുന്നോട്ട് പോകുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്? അങ്ങനെ തോന്നിയിട്ടില്ല. സിജോയിന് ടോപ്പ് 5 വരാനുള്ളതായിരുന്നു. പിന്നെ ഔട്ടാക്കേണ്ട ആവശ്യമില്ലെന്ന് തോന്നിയിട്ടുണ്ട്. ഇല്ലായിരുന്നു. ഇപ്പം ഈ ഒരു മത്സരം കഴിഞ്ഞ സീസണിൽ വിജയി ആയാലും ഈ ഒരു മത്സരത്തിൽ നിന്ന് പുറത്തുപോയ വ്യക്തികളായാലും ഈ ഒരു സീസണിനെതിരെ ഒരുപാട് വിമർശനങ്ങളും പരാതി വരെ ഉന്നയിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു പ്രേക്ഷക എന്നുള്ള രീതിയിൽ ശരിക്കും ഈ ഒരു പരിപാടി പ്രേക്ഷകരെ വിഡ്ഢികളാക്കുന്ന രീതിയിലുള്ള ഒരു പരിപാടിയായിട്ട് തോന്നിയിട്ടുണ്ടോ? അങ്ങനെ തോന്നിയിട്ടില്ല. എനിക്ക് അറിഞ്ഞുകൂടാ, ഞാൻ അതിൽ പോയിട്ടില്ല. എന്നാൽ പുറമേ നിന്ന് കാണുമ്പോൾ ഒരു മത്സരാർത്ഥി തന്നെ ഇത്രയധികം വിമർശനങ്ങൾ ഒരു പരിപാടിയെക്കുറിച്ച്, അതും അദ്ദേഹം മത്സരിച്ച ഒരു പ്രോഗ്രാമിനെ കുറിച്ച് ഇങ്ങനെ വിമർശനങ്ങൾ ഉന്നയിക്കുക എന്നുള്ളതിൽ എന്താണ് അതിന് ആ ഒരു പരിപാടിക്ക് സത്യസന്ധത ഇല്ലെന്ന് നമുക്ക് മനസ്സിലാക്കിക്കൂടെ? അറിഞ്ഞൂടാ. ഓക്കെ. അപ്പോൾ എന്താ ഈ ഒരു സീസണിൽ കപ്പടിക്കാനുള്ള ഒരു വ്യക്തിയെ പറഞ്ഞാൽ ആരെ പറയും? കപ്പടിക്കാൻ ഒന്നിൽ ജിൻഡോ ടോപ്പ് 2 ജിൻഡോയും അർജുനും വരും. ടോപ്പ് 3 ജാസ്മിൻ ആയിരിക്കും. അർജുന് ശരിക്കും ഒരു നല്ല മത്സരാർത്ഥിയാണോ? അവൻ സൈലന്റ് പ്ലെയർ ആയിട്ട് തോന്നിയിട്ടുണ്ട്. സത്യത്തിൽ ഇങ്ങനെ ഒരു പരിപാടി ആവശ്യമുണ്ടോ? അറിഞ്ഞൂടാ. ഇത് സ്നേഹിക്കുന്ന ആൾക്കാരും ഉണ്ട്, സ്നേഹിക്കാത്ത ആൾക്കാരും ഉണ്ട്, കാണുന്നവരും ഉണ്ട്. എന്നാലും ഒരു വ്യക്തിപരമായിട്ടുള്ള ഒരു അഭിപ്രായം എന്താണ്? ഞാൻ സീസൺ 5, 3, 4 എല്ലാം കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് തുടരണമെന്നാണ്. പരിപാടി കണ്ടിന്യൂ ചെയ്ത് പോകണമെന്നാണ് ആഗ്രഹം. പേരെന്താ? ആതിര. ബിഗ് ബോസ് കാണാറുണ്ടോ? ഉണ്ട്. എന്താണ് ഈ ഒരു സീസൺ 6നെ കുറിച്ചുള്ള പൊതുവെയുള്ള അഭിപ്രായം? നല്ല അഭിപ്രായമാണ്. ഒരുപാട് വിമർശനങ്ങൾക്ക് വിധേയമായിട്ടുള്ള ഒരു സീസണാണ് സീസൺ 6 എന്ന് പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു വിമർശനം ഈ ഒരു സീസൺ പ്രേക്ഷക എന്നുള്ളൊരു നിലയിൽ പറയാനുള്ളത്? ഈ സീസൺ ഇത്രയധികം വിമർശനങ്ങൾ നേരിടാൻ കാരണം എന്തായിരിക്കും? അങ്ങനെയൊക്കെ ചോദിച്ചാൽ എനിക്കറിയത്തില്ല. ബിഗ് ബോസ് ഒരു വ്യക്തിയെ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ ബിഗ് ബോസ്? ഉണ്ട്. ജാസ്മിൻ അങ്ങനെയാണ്. അപ്പോൾ നന്നായി മത്സരിച്ച മത്സരാർത്ഥികളെ പുറത്താക്കിയിട്ട് നല്ലപോലെ കളിക്കുന്ന എല്ലാവരും പുറത്തായിട്ടുണ്ട്. എന്താണ് അങ്ങനെ തോന്നാൻ കാരണം? അതെന്തോ പ്രേക്ഷകന് എല്ലാ ദിവസവും കാണുമ്പോഴത്തേക്ക് നമുക്ക് പൊതുവേ ഉള്ളൊരു അഭിപ്രായം ഇങ്ങനെ നമുക്ക് തന്നെ തോന്നും. ആ ഒരു രീതിയിലാണോ? അല്ല.
എല്ലാം വേറെ മാറ്റം കണക്ക് എന്തോ ഒരു ടീമായിട്ടുള്ള ഒരു ഇത് കണക്ക് തോന്നുന്നു. അവര് കരുതിക്കൂട്ടിയുള്ള ഒരു ഗെയിമായിട്ട് തോന്നുന്നു. സ്ക്രിപ്റ്റഡ് ആണെന്ന് തോന്നിയിട്ടുണ്ട്. സ്ക്രിപ്റ്റഡാ, എല്ലാരും അങ്ങനെ കളിക്കുന്നത്, അങ്ങനെ തോന്നുന്നത്. പഴയതുപോലെ അല്ല ഇപ്പൊ, എല്ലാം ഭയങ്കര മാറ്റമുണ്ട്. അപ്പൊ ഒരു വിജയ് എന്നുള്ള ഒരു സ്ഥാനത്ത് നിർത്താൻ പറ്റിയ ഏതെങ്കിലും മത്സരാർത്ഥി ഉണ്ടോ? അതിനുള്ള ജിൻഡപ്പൻ മാത്രമേ ഉള്ളൂ. മാത്രമേ ഉള്ളൂ, ജിൻഡപ്പനേ ഉള്ളൂ. ജിൻഡപ്പൻ നല്ലോണം കളിക്കുന്നത് അതില്. എന്താ ഇപ്പം അതിൽ നിന്ന് പുറത്തായ വ്യക്തികൾ തന്നെ ആ ഒരു പരിപാടിയെ കുറിച്ച് ഒരുപാട് വിമർശനങ്ങളും അതിനെതിരെ കേസുകളും കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആ ഒരു നിലയ്ക്ക് പ്രേക്ഷകർക്ക് ഈ ഒരു ഇങ്ങനെ ഒരു പരിപാടിയുടെ ആവശ്യമുണ്ടെന്ന് തോന്നിയിട്ടുണ്ടോ? ഇല്ല, ആദ്യത്തെ പോലെ ആയിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു, മുന്നോട്ട് കൊണ്ടുപോയായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഇപ്പൊ പ്രേക്ഷകരുടെ വോട്ടിനൊന്നും ഇവിടെ ഒരു സ്ഥാനമില്ല എന്ന് തോന്നിയിട്ടുണ്ടോ? ഉണ്ട്, ആർക്കും അങ്ങനെയില്ല. അല്ല, എന്താണ് ആ ഒരു അങ്ങനെയുള്ള ഒരു തോന്നല്? അത് ശരിയാണെന്ന് പറയാം. വോട്ടിംഗ് അനുസരിച്ചല്ല ഇപ്പോ എല്ലാരെയും എവിക്ഷനിലോട്ട് കൊണ്ടുപോകുന്നത് തന്നെ. വോട്ട് സേവ് ആവാൻ പറ്റിയ ആളുകളെ പുറത്താക്കിയിട്ട് അല്ലാത്തവരെ ഉള്ളിലേക്ക് നിർത്തുന്നു. അതെ, അങ്ങനെയുള്ള പുറത്താക്കുന്നുണ്ട് എല്ലാവരും. ഇതൊരു സംഘടനാപരമായിട്ടുള്ള ഒരു ഗെയിം ആയിരുന്നോ എന്ന് നമുക്ക് എന്തായാലും വിന്നറെ പ്രഖ്യാപിക്കുമ്പോൾ മാത്രമേ അറിയാൻ സാധിക്കൂ എന്നാണ് പലരും പറയുന്നത്. അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഉണ്ട്. എന്തായാലും കാത്തിരിക്കാമല്ലേ, ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ. അതെ, അതിനാ വെയിറ്റിംഗ്. പേര്? എൻ്റെ പേര് രമണി. ബിഗ് ബോസ് കാണാറുണ്ടോ? കാണാറുണ്ട്. എന്താണ് ഈ ഒരു സീസണെ കുറിച്ച്? ഒരുപാട് വിമർശനങ്ങൾ വന്നിട്ടുള്ള ഒരു സീസണാണ് സീസൺ 6. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഈ ഒരു സീസണിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഇല്ല, നല്ല അഭിപ്രായം ഉണ്ട്, നല്ല അഭിപ്രായങ്ങൾ തന്നെയാണ്. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യത്തതുപോലെ കൂടുതൽ ഈ എന്താണ് പറയേണ്ടത്, പിന്നെ ഒരുപാട് പരിപാടികളും അതും ഇതും കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നല്ല ഒരുപാട് അതെ കഴിഞ്ഞ പ്രാവശ്യം എന്ന് വെച്ചാൽ ഇപ്പോഴും അങ്ങനെ കുറവാണെന്നേ ഉള്ളൂ. ബാക്കി എല്ലാമൊക്കെ കൊള്ളാം, എല്ലാവരുടെയും സഹകരണങ്ങളും എല്ലാമൊക്കെ കൊള്ളാം. ഇതിൽ നിന്ന് ഇറങ്ങിയ മത്സരാർത്ഥി തന്നെ ഈ ബിഗ് ബോസിനെതിരെ ഒരു പരാതിയൊക്കെ നൽകിയിട്ടുണ്ട്. സിബിൻ, അദ്ദേഹം പരാതിയൊക്കെ നൽകി മുന്നോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഈ ഒരു പരിപാടി സത്യസന്ധമായിട്ടാണ് മുന്നോട്ട് പോകുന്നതെന്ന് ഒരു പ്രേക്ഷക എന്ന നിലയിൽ തോന്നുന്നുണ്ടോ? അത് വേറെ പറയത്തക്ക പിന്നെ അഭിപ്രായങ്ങളൊന്നും ഇല്ല, എന്നാലും തെറ്റായിട്ടുള്ള ഇതൊന്നുമില്ല. എല്ലാവരുടെയും നല്ല പരിപാടികൾ, നല്ല എല്ലാം ഒക്കെ തന്നെയാണ്. ഒരാളെ മാത്രം കേന്ദ്രീകരിച്ച് ബിഗ് ബോസ് മുന്നോട്ട് പോകുന്നതായിട്ട് അങ്ങനെ തോന്നിയിട്ടില്ല, ഒരിക്കലും ഇല്ല. ശരിക്കും പ്രേക്ഷകരുടെ വോട്ട് കൊണ്ട് തന്നെ മുന്നോട്ട് പോകുന്ന മത്സരാർത്ഥികൾ തന്നെയാണെന്നാണ് പലരും പറയുന്നുണ്ട്. അതിൽ അർഹതയില്ലാത്തവരെ അകത്ത് നിർത്തിയിട്ട് അർഹതയുള്ളവരെ ഫൈനൽ 5 വരെ എത്താൻ അർഹതയുള്ളവരെ പുറത്താക്കുന്നു എന്നുള്ള വിമർശനങ്ങൾ വരുന്നുണ്ട്. അതിനോട് യോജിക്കുന്നുണ്ട്? ഇല്ല, സത്യസന്ധമായിട്ട് തന്നെയാണ്, സത്യസന്ധമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് തോന്നുന്നത്. ആരായിരിക്കും കപ്പടിക്കാൻ സാധ്യതയുള്ള ഒരു മത്സരാർത്ഥിയായിട്ട് തോന്നിയിട്ടുള്ളത്? അങ്ങനെ ഇപ്പൊ പറയാൻ പാടുണ്ടോ? ഇനി 2 ദിവസം കൂടെ. അല്ല, എന്നാലും നമുക്കൊരു അഭിപ്രായവും നമുക്കൊരു ആഗ്രഹവും കാണൂലേ ഈ ഒരു മത്സരാർത്ഥി കപ്പടിച്ചാൽ നന്നായിരിക്കുമെന്ന്? എല്ലാവരെയും ഭൂരിഭാഗവും നമ്മുടെ പരിസരവാസികളെല്ലാം പറയുന്നത് മറ്റേ ജിൻഡോ കപ്പടിക്കുമെന്നാണ്. ജിൻഡോ കപ്പടിക്കണമെന്നാണ് ആഗ്രഹം. ആഗ്രഹമല്ല, എല്ലാവരുടെയും അഭിപ്രായം. പക്ഷെ നാട്ടുകാർ അന്ന് മുതൽ ഇന്ന് വരെയും അദ്ദേഹത്തിന്റെ നല്ല. എന്തായാലും നമുക്ക് വിജയ പ്രഖ്യാപിക്കുന്നവരെ കാത്തിരിക്കാം എന്നുള്ളത്. എൻ്റെ പേര് പ്രവീണ. ബിഗ് ബോസ് കാണാറുണ്ടോ? എന്താണ് ഈ ഒരു സീസൺ 6നെ കുറിച്ചുള്ള ഒരു അഭിപ്രായം? കഴിഞ്ഞ ഇതുവരെയുള്ള സീസണിൽ അത്ര ഒരു ഇത് തോന്നുന്നില്ല. നമുക്ക് അത്രയ്ക്ക് ഫേവറേറ്റ് എന്ന് പറയാൻ പറ്റുന്ന ഒത്തിരി ആൾക്കാരൊന്നും ഇല്ല. ശരിക്കും പ്രേക്ഷകരുടെ വോട്ട് കൊണ്ട് നിലനിൽക്കുന്ന മത്സരാർത്ഥികൾ തന്നെയാണോ ഇപ്പോഴും ആ ഒരു ഇതിൽ നിൽക്കുന്നത്? അങ്ങനെ എനിക്ക് തോന്നുന്നില്ല. കുറേ പേരൊക്കെ ഇങ്ങനെ ഔട്ടായത് അല്ലാത്ത ഇതുകൊണ്ടാണെന്ന് തോന്നുന്നുണ്ട്. അൻസിബയൊക്കെ ശരിക്കും പോകേണ്ടതല്ല. അൻസിബ, അപ്സര, കരുത്തരായ മത്സരാർത്ഥികളെ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് ഉണ്ട് തോന്നുന്നുണ്ട്. ജാസ്മിന് വേണ്ടിയിട്ടാണെന്നൊരു തോന്നുന്നുണ്ട്. അതുമാത്രമല്ല, ഇതിൽ നിന്നും പുറത്തിറങ്ങിയ മത്സരാർത്ഥി ഈ ഒരു പരിപാടിക്കെതിരെ കേസ് വരെ കൊടുത്തിട്ടുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ പ്രേക്ഷകരെ ഒരു വിദ്യയാക്കിയിട്ടുള്ള ഒരു സീസണായിട്ട് തോന്നിയിട്ടില്ല. പ്രേക്ഷകർ അഭിപ്രായമാണെന്ന് തോന്നുന്നില്ല. സിബിനൊക്കെ ഇപ്പൊ ഔട്ടായത് ഇതായിട്ട് തോന്നുന്നുണ്ട്. ഇതൊരു സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള ഒരു സീസൺ ആണെന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെയാണ് എനിക്ക് കൂടുതലും തോന്നുന്നത്. ഇപ്പൊ സിബിൻ ശരിക്കും നല്ലൊരു മത്സരാർത്ഥി ആയിരുന്നു. ഞങ്ങളൊക്കെ കാണാൻ തുടങ്ങിയത് സിബിൻ വന്നു കഴിഞ്ഞിട്ടാണ് കാണാൻ തുടങ്ങിയത്. ലാസ്റ്റ് ഫൈനൽ 5 വരെ എത്തേണ്ട പല മത്സരാർത്ഥികളും പോയത്. അൻസിബയൊക്കെ ശരിക്കും ഫൈനൽ 5 വരേണ്ടതായിരുന്നു വെച്ച് നോക്കുമ്പോൾ. ഓക്കെ, അപ്പോൾ ഇങ്ങനൊരു മത്സരം ഇങ്ങനൊരു പ്രോഗ്രാം ശരിക്കും ആവശ്യമാണോ? പ്രോഗ്രാം ആവശ്യം കുഴപ്പമില്ല, കാരണം ഒരു എൻ്റർടൈൻമെൻ്റ് ആണ്. നമ്മൾ സീരിയലൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു കാണാൻ നല്ലതായിരുന്നു. പക്ഷേ ഇവരെടുക്കുന്ന ആൾക്കാരും കുറേ PR വർക്കിൻ്റെ പ്രശ്നങ്ങളും അതൊക്കെ ഉണ്ട്.
അപ്പൊ എന്തായാലും നമുക്ക് ഈ അവസാനം വരെ കാത്തിരിക്കാം അല്ലേ? വിജയി പ്രഖ്യാപിക്കുമ്പോൾ അറിയാം ഇതൊരു മുന്നേറ്റമാണോ അല്ലയോ എന്നുള്ളത്. ബിഗ് ബോസിനെ കുറിച്ചുള്ള പൊതുജനങ്ങളുടെ പല പല അഭിപ്രായങ്ങളാണ് നമ്മൾ ഇത്രയും നേരം കേട്ടുകൊണ്ടിരുന്നത്. ബിഗ് ബോസിന്റെ മറ്റൊരു വിശേഷവുമായി വീണ്ടും കാണുന്നത് വരെ ക്യാമറാമാൻ രാജേഷ് കാട്ടാക്കടയ്ക്കൊപ്പം അനുജ പ്രകാശ്.